ദോഫാറിൽ കൊതുക് വ്യാപനം നിയന്ത്രിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. വാർഷിക ദിനം ആഘോഷിച്ച് റോയൽ ഒമാൻ പോലീസ്. ദിമാവത്തായിനിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തി. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ദോഫാറിൽ കാലാവസ്ഥാ മാറ്റങ്ങളോടനുബന്ധിച്ചുള്ള കൊതുക് വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി രൂപവൽക്കരിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ ഡോക്ടർ അഹമ്മദ് ബിൻ മൊഹസൻ അൽ ഗസാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബന്ധപ്പെട്ട വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. 2025 ദോഫാർ ഖരീഫ് സീസണിൽ നടത്തിയ വിപുലമായ ഫീൽഡ് പഠനങ്ങളെ തുടർന്ന് പ്രാദേശിക കൊതുക് ഇനങ്ങളെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകളാണ് യോഗത്തിൽ പ്രധാനമായും വിലയിരുത്തിയത്. നിലവിൽ നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനും കീടനിയന്ത്രണത്തിന്റെ സാങ്കേതിക ചട്ടക്കൂട് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ശാസ്ത്രീയ ശുപാർശകളും ചർച്ച ചെയ്തു. ഈഡിസ് കൊതുകിനെതിരെ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള നിർദ്ദേശം യോഗത്തിൽ പരിഗണിച്ചു. പരിസ്ഥിതി ആരോഗ്യ പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിനും ആധുനികവും സുസ്ഥിരവുമായ മാർഗങ്ങളിലൂടെ പൊതുജനാരോഗ്യം സംരക്ഷിക്കാനും ദോഫാർ മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധമാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. റോയൽ ഒമാൻ പോലീസിന്റെ വാർഷിക ദിനാഘോഷം തിങ്കളാഴ്ച നടന്നു. എല്ലാ വർഷവും ജനുവരി 5-നാണ് ROP ദിനം ആചരിക്കുന്നത്. സംസ്ഥാന കൗൺസിൽ ചെയർമാൻ ഷൈഖ് അബ്ദുൽ മാലിക് അബ്ദുള്ള അൽ ഖലീലി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിസ്വ വിലായത്തിലെ സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസസിന്റെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ 58ാമത് സ്പെഷ്യലൈസ്ഡ് ഓഫീസർ കേഡറ്റുകൾ, 57ാമത് സർവകലാശാല ഓഫീസർ കേഡറ്റുകൾ, 12ാമത് സർവീസ് സിസ്റ്റം ഓഫീസർ കേഡറ്റുകൾ, ഓഫീസർ സ്കിൽസ് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കോഴ്സ്, ആഭ്യന്തര സുരക്ഷാ സേവനം, റോയൽ കോടതി കാര്യാലയം തുടങ്ങിയവയുടെ ബിരുദദാനവും നടന്നു. സുൽത്താൻ ഖാബൂസ് അക്കാദമി ഫോർ പോലീസ് സയൻസസിന്റെ പതാക കൈമാറ്റ ചടങ്ങ് നടന്നു. ROP അശ്വാരൂഢ സേനയുടെ പരേഡും റോയൽ ഒമാൻ പോലീസ് ബാൻഡിന്റെ സംഗീത അവതരണങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. ചടങ്ങിനിടെ 2025 റോയൽ ഒമാൻ പോലീസ് അവാർഡുകളുടെ വിജയികളെയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒമാനിൽ ഏറ്റവും ഉയർന്ന താപനില ദിമാവത്താനിയിൽ രേഖപ്പെടുത്തിയതായി ഒമാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 30.6 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില രേഖപ്പെടുത്തിയത്. കർൺ ആലമിൽ 30.5 ഡിഗ്രി സെൽഷ്യസും ചൂട് രേഖപ്പെടുത്തി. ബഹലയിൽ 29.9 ഡിഗ്രി, അൽ റുസ്താഖിൽ 29.6 ഡിഗ്രി, അൽ മുദൈബിയിലും നഖ്ലും 29.4 ഡിഗ്രി വീതവും രേഖപ്പെടുത്തി. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ താപനില ജബൽ ഷംസിൽ 3.7 ഡിഗ്രി സെൽഷ്യസ് ആയി രേഖപ്പെടുത്തി. ഉയർന്ന പ്രദേശങ്ങളിലും ഉൾനാടൻ മേഖലകളിലും തണുപ്പ് അനുഭവപ്പെട്ടു. മുസന്തം, അൽ ദാഖിലിയ, വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ ഗവർണറേറ്റുകൾ, ഒമാൻ കടൽ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ മേഘസഞ്ചാരത്തോടൊപ്പം ചെറിയതും ഒറ്റപ്പെട്ടതുമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടാതെ അൽ ദാഹിറ, വടക്കൻ ഷർക്കിയ, തെക്കൻ ഷർക്കിയ, അൽ വുസ്ത, ദോഫാർ ഗവർണറേറ്റുകളിലെ മരുഭൂമി പ്രദേശങ്ങളിലും അറേബ്യൻ കടൽ തീരത്തിന്റെ ചില ഭാഗങ്ങളിലുമുള്ള പ്രദേശങ്ങളിൽ രാത്രി വൈകിയും പുലർച്ചെയും താഴ്ന്ന മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും കേക്ക് ബേക്കിംഗ് മത്സരവും സംഘടിപ്പിച്ചു. അൽ ഖുയർ നിസാർക്കാസ് അടുക്കള റെസ്റ്റോറന്റിൽ വെച്ചാണ് ഒരുമയുടെയും പ്രത്യാശയുടെയും വെളിച്ചം വിതറി ആഘോഷവും മത്സരവും സംഘടിപ്പിച്ചത്. ജാതിമത ഭേദമന്യേ 100 കണക്കിന് പ്രവാസികൾ ആഘോഷത്തിൽ പങ്കെടുത്തു. അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കേക്ക് മുറിക്കൽ, സാന്താക്ലോസ്, കരോൾ ഗാനാലാപനം, മത്സരങ്ങൾ എന്നിവ ആഘോഷത്തിന്റെ മാറ്റ് വർദ്ധിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കേക്ക് മേക്കിംഗ് മത്സരത്തിൽ സജ്ന ഹാഷിം 1ാം സ്ഥാനവും റംഷിദ നാഫ്സൽ, ശില്പ സരൺ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനം സ്വന്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.